ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ പിന്നെ ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഫ്രൈഡേ വൈകുന്നേരം തന്നെ പാമ്പാലി എന്ന് പറഞ്ഞൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി. ഇവിടുന്ന് ഒരു 10-40 മിനിറ്റ് ഉണ്ട് കേട്ടോ. കിച്ചണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ സുന്ദരി കള്ള് ട്രൈ ചെയ്തത്. എനിക്ക് പൊതുവേ മധുരത്തിനോടാണ് ഇഷ്ടം. കഴിച്ച സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അത് ഇത്രയാണ് ഞാൻ ട്രൈ ചെയ്തത്. അത് ഒരു ഗ്ലാസ്സിൽ ഞാൻ ട്രൈ ചെയ്ത്. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മധുരമായിരുന്നു. പിന്നെ കളപ്പത്തിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ആയിരുന്നു അതിന്. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് സാറ്റർഡേ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ഡാൻസ് ഇവിടെ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. സോ അത് കാണാനായിട്ട് പോകണം. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പ്രൈവസി റീസൺസ് കാരണം വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാലെ ഉണ്ടായിരുന്നു, ജാസ് ഉണ്ടായിരുന്നു. അതുപോലെ അടിപൊളിയായിട്ടാണ് പിള്ളേർ പെർഫോം ചെയ്തത്. പല ഏജ് ഗ്രൂപ്പുള്ള പിള്ളേരാണ് പെർഫോം ചെയ്തത്. വളരെ ക്യൂട്ടും വളരെ നല്ല രസമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരുന്നത്. സോ 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റിൻ്റെ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇത് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല വൈബും അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഡാൻസ് സ്റ്റുഡിയോയിലെ പിള്ളേരുടെ എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് സാറ്റർഡേ പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊരു 12:30 ആയപ്പോഴത്തേനും വീട്ടിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചപ്പാത്തിയും പിന്നെ ചിക്കൻ കീമയും പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ഒരു റൈത്തയും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിച്ചു. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു, മിസ്സസ് ആഗയിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കടയിലൊക്കെ കയറി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും, അതായത് സ്ട്രാറ്റ്ഫോർഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് തണ്ടർ സ്റ്റോം റെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തായിരുന്നു ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 5:30 ആയപ്പോഴത്തേനും ഇറങ്ങിയത്. സോ ഞങ്ങൾ ആദ്യം കൺട്രി സൈഡ് വരെ പോയിട്ടാണ് പിന്നെ ഹൈവേയിലേക്ക് കയറുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺട്രി സൈഡ് പോകുമ്പോൾ ഫാം ഹൗസസും അങ്ങനത്തെ ബാണും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിൻ്റെ അവിടെ പോയി. പിന്നെ ഇതൊരു സോഡയിൽ ഒരു ക്യൂബ് ഇട്ടതാണ്. ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചട്നീസൊക്കെ വെച്ചിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഇടുന്നതാണ്. ചട്നി എന്ന് പറഞ്ഞാൽ മിൻറ്റും കൊറിയാൻഡറും ഒക്കെ ആയിട്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിരുന്നു. കണ്ടോ, ഇതിനകത്ത് ആ ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി ചാട്ട് മസാലയും ഉപ്പും സോഡയും കൂടെ ഇട്ടിട്ടാണ് നേരത്തെ കൊടുത്തന്ന ആ ഡ്രിങ്ക് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ചു, കുറേ കത്തി വെച്ചു, പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, ചിക്കനും പനീറും ദാലും എല്ലാം. അത് കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയി കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും. പിന്നെ അടുത്ത ദിവസം രാവിലെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. കുറേ നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ ഒരു വെറ്റ്ലാൻഡ് പ്രിസർവിൽ പോയത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു എനിക്കൊന്ന് 15 മിനിറ്റ് അപ്പുറമുള്ളൊരു ഒരു പ്രിസർവ് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത്. മൈസ്കോട്ട് പ്രിസർവ് ഏരിയ എന്നാണ് പേര്. ഞാൻ എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. 2019 ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1.6 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ബോർഡ് വാക്കാണ് ഇവിടെ ഉള്ളത്. 10,000 ട്രീസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബ്രോഡ് വാക്കിൽ കൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്ത് പോവോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഡോഗ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അവർ പോപ്പ് ചെയ്താൽ അത് നമ്മൾ പിക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവർ ലീഷിലായിരിക്കണം കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മുടെ അവിടുത്തെ വേറെ വേറെ ബേർഡ്സിനെ ആണെങ്കിലും അത് ഡക്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഈഗിളിനെ ആണെങ്കിലും പല പല സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ആ ബോർഡ് വാക്കിൽ കൂടെ തന്നെ വാക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു 20 ഏക്കറുള്ള പോളിനേറ്റർ മെഡോസ് ഉണ്ട്. അതായത് അവർക്ക് പോളിനേഷൻ ചെയ്യാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീസിന് നെക്ടറും ഒക്കെ കളക്ട് ചെയ്യാനും ബട്ടർഫ്ലൈസിനും ഇൻസെക്ട്സിനും സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ബേർഡ്സിന് ഫുഡും ഷെൽട്ടറും ഒക്കെ കിട്ടാനും നേച്ചറിന് തന്നെ കുറേ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഗ്രോ ചെയ്ത് എക്കോസിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോരോ ബോർഡ് കാണാം അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന. ആ പ്ലേസസിൽ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ നെസ്റ്റും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന അത് സാധനങ്ങളുടെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചിറകിൻ്റെ നീളം ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാനഡ ഗൂസിൻ്റെ എത്രയാണ്, ഈഗിളിൻ്റെ എത്രയാണ്, അങ്ങനെ പലതിൻ്റെയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൂടെ പോകുന്നത് നിത്ത് റിവറാണ്. ഈ നിത്ത് റിവർ പാരീസ് ഒണ്ടാരിയോയിൽ ഒരു ഗ്രാൻഡ് റിവറിലേക്ക് യോജിക്കുകയും ചെയ്യുകയാണ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്തിട്ട്. പിന്നെ ഈ നിത്ത് റിവറിൽ കനു ചെയ്യാനും ഫിഷ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റിവറാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതായത് 1.6 കിലോമീറ്റർ വാക്ക് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് ഓരോ സ്ഥലത്തെ ഇതൊക്കെ വായിക്കാനും ഒക്കെ ആയിട്ട് നിന്നു. ഒരു കുട്ടി
ഡക്കിനെ കണ്ടോ? പിന്നെ ഇന്നത്തെ വെതർ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇടയ്ക്ക് നല്ല കാറ്റുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 10 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് 9 ഒക്കെ ആയിരുന്നു ഇന്ന്. ഇടയ്ക്ക് കാറ്റുണ്ടായിരുന്നു. കാറ്റ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. ഓവർ ചൂടല്ല, നല്ലൊരു ചൂടായിരുന്നു. പിന്നെ അവിടെ കൂടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് കണ്ടോ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് റെയിൽവേ ക്രോസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ മേഘം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഐ മീൻ ബ്ലൂ ആയിട്ട് നിൽക്കുന്ന കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇന്ന് കുറച്ചുകൂടെ ക്ലൗഡ്സ് ഉണ്ട്. ചില സമയത്ത് ഇത്ര ക്ലൗഡ്സ് ഇല്ലാത്തപ്പോൾ ഭയങ്കര ഭംഗിയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കയറി കുറച്ച് വെണ്ടയ്ക്കൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വെൻഡീസിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബർഗർ മേടിക്കാനായിട്ട്. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമും ഒക്കെ മേടിച്ചു വീട്ടിൽ പോന്നു. ഐസ്ക്രീം ഭയങ്കരമായിട്ട് മത്തടിക്കുന്നൊരു ഐസ്ക്രീമായിരുന്നു. പിന്നെ കുറച്ച് സിനിമയൊക്കെ കണ്ടു. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, മത്തടിച്ചിരിക്കുകയാണ് ഐസ്ക്രീം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നെക്സ്റ്റ് വീക്കെൻഡ് നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണുന്നവരം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല. താങ്ക് യു ഫോർ വാച്ചിങ്.